എനിക്ക് തോന്നുന്നു ലീൽപ്പയ്യന്റെ മാന്തിക്കുട്ടിക്ക് ആ പാട്ട് കുറച്ച്, അതായത് എന്റെ സോള് എന്റെ ബോഡിയോട് ചോദിക്കുന്നു മോളിൽ ചെങ്ങായിമാരൊക്കെ ആര് കാണുന്നില്ല എന്താ പാട്. അതായത് അവൻ എന്നോട് തന്നെ ചോദിക്കണ്. പിന്നെ ഞാൻ എഴുതിയത് തന്നെ അതെനിക്ക് എന്നോട് പറയാനുള്ളത്, നല്ല പേര് പോയി വാപ്പാക്ക് താങ്ങാണ് മഴന്നില്ലല്ലോ കിനാവ് കിനാവിൽ പോയെന്റെ. അപ്പൊ എങ്ങനെ എഫിയുടെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞങ്ങള് കാറിലെ വന്നു. പിന്നെ കോളേജിൽ ഒരു ടൈമിൽ കോളേജിൽ പറ്റിയിട്ട് വെറുതെ ഒരു പാട്ട് ഉണ്ടാക്കിയതാ. ആ പാട്ട് ഉണ്ടാക്കിയിട്ട് കോളേജിൽ സീനായിട്ടു. കോളേജിൽ സീനായി. ആ പ്രിൻസിപ്പാളൊക്കെ വന്ന് ചെറുതായിട്ട് വിഷയമായിരുന്നു. കോളേജിനെ എതിർത്ത് പാടിക്കഴിഞ്ഞ പിന്നെ വിഷയമില്ല. ജനിച്ച മണ്ണും കൊതിച്ചതാ, കൊതിച്ച പെണ്ണോ ചതിച്ചതാ, വിടിച്ച പെണ്ണോ ചവച്ചിട്ടെന്നും അരച്ച് മുടിച്ച് തുലച്ചതാ. ആ പാട്ട് ചെയ്യുമ്പോ എന്തോ എനിക്ക് ഉറപ്പായിരുന്നു ഈ സാധനം കേട്ടു. അതപതി പറഞ്ഞതിന്റെ കൊല്ലച്ചതി പലച്ചതി കൊടുത്തത് വെയിറ്റത് കൊടുത്തത് പടത്തത് ചുരപ്പത് ചെറുച്ചത് അതുപതി ഇരുപത് എഴുപത് പടപത്ത് പതിപ്പതി തടപത് പടപതി സപതൻ പതിപതി കൊടുച്ചതി കുടിച്ചതി ചതുപതി ഇരുപത് സ്നേഹമില്ല കരത്തിന്റെ പടപ്പിന്റെ റീസെന്റ് ഡബ്സിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഡാബ്സി ആസ് എൻ ആർട്ടിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ ഡാബ്സി ഒരു കാര്യം ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അതവിടെ നടക്കണം. ചെക്ക് ചെയ്യുമ്പോ നമുക്ക് ഇതല്ലേ ആള് പറഞ്ഞാലല്ലേ കുറക്കാൻ പാടുള്ളൂ. ആർട്ടിസ്റ്റ് അല്ല അവിടെ മൈക്ക് പിടിച്ചിരിക്കുന്ന ആള്. ലൈവായിട്ട് ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ തെറി പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അമേരിക്കയില് ഇപ്പൊ കെൻഡ്രിക് ലമാറും ഡ്രേക്കും വന്നിട്ട് മറ്റേ സംഭവം പറഞ്ഞ ചിലപ്പോ പറഞ്ഞ കൈയടിക്കും. മനസ്സിലായോ? ഞാൻ ഇരട്ടത്താപ്പുള്ള നായ്ക്കളെ കണ്ടുകൊണ്ട് മാത്രം പറഞ്ഞാണ്. നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്കും പേഴ്സണലി ഉള്ള ഡൗട്ടാണ്, നിങ്ങളിപ്പം ലിപ്സിംഗ് ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈവായിട്ട് പെർഫോം ചെയ്യാറുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാട്ട് എനർജി ഉള്ളതാണ് അത്യാവശ്യം. അപ്പൊ എനിക്കത് ഒരിക്കലും മൈൻഡ് സെറ്റ് ഇട്ട് ചാടി ലൈക്ക് എനിക്ക് ആ ഒരു ക്രൈസാണ് ലൈവ് എന്ന് വെച്ചാൽ. അപ്പൊ എന്നെ സംബന്ധിച്ചത് പറ്റില്ല. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റുകൾ ആരാണെന്ന് വെച്ചാൽ റാപ്സിലേക്ക് ഒരു ന്യൂ ജെൻ ട്രെൻഡ് കൊണ്ടുവന്ന ഇൻസ്റ്റഗ്രാമിലും സ്പോട്ടിഫൈയിലൊക്കെ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കിടുക്കാച്ചി ആൾക്കാരാണ്. സോ നമുക്ക് വെൽക്കം ചെയ്യാം എഫി, ലീൽപ്പയ്യൻ ആൻഡ് അവരുടെയൊക്കെ മ്യൂസിക് പ്രൊഡ്യൂസർ റിത്ത്. വെൽക്കം. ഇതിന് പിന്നീടുള്ള കഷ്ടപ്പാട് വളരെ അധികമായിരുന്നു. സോ എങ്ങനെയുണ്ട് ഗൈസ്, കാര്യങ്ങളൊക്കെ സെറ്റ് അല്ല? എന്തോ ഒരു എനർജി ഇല്ലാതിരിക്കുന്നത്. നിനക്ക് ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നതോ, അത് വെച്ചിട്ട് ഇങ്ങനെ എനർജി ആയിട്ടിരിക്കൂ. ഇപ്പൊ ആദ്യം തന്നെ എഫിയുടെ കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാരും ഭയങ്കര ഫ്രീക്കന്മാരായിട്ട് വന്നപ്പോ എന്താ ഇങ്ങനത്തെ ഒരു ലുക്കിൽ വന്നേ? അത് ഒന്നുമില്ല, പെരുന്നാളത്തെ ഡ്രസ്സാ. പിന്നെ അത്രേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. വാപ്പാടം ഉണ്ടാന്ന് പറയുന്ന കേട്ടോ. ഇല്ലില്ല, ഇത് വാപ്പ എടുക്കും, ഞാനെടുക്കും, എല്ലാരും എടുക്കും. ഓക്കെ. ഇപ്പം ആക്ച്വലി നിങ്ങളുടെയൊക്കെ പേരാണ് ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഈ ഒരു റിത്ത് എന്ന് പറഞ്ഞ പേരിന്റെ? അത് പണ്ട് ഞാൻ ഡബ് സ്റ്റെപ്പ് ഇനി ചെയ്തിരുന്നത്. അത് മ്യൂസിക് EDM വേറൊരു ജോണറാണ്. അപ്പൊ അതിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനത്തെ പേരാണ്. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്താണ്. ശരിക്കും വരുന്ന വിഷ്ണു പ്രസാദ്. വീട്ടിലെന്താ വിളിക്കുക? ഉണ്ണി. ഓക്കെ. എന്താ ലീൽപ്പയ്യൻ പേരൊന്നും പേര് ഇത് ഞാൻ തുടങ്ങുമ്പോഴേ പാട്ടും പരിപാടി തുടങ്ങുമ്പോ ഞാനായിരുന്നു എന്റെ ഫസ്റ്റത്തെ പേര് വേറെ ആയിരുന്നു, FA Crew എന്നായിരുന്നു. അപ്പൊ അത് മാറിയിട്ട് തുടങ്ങുമ്പോ ഈ സീനിൽ ഞാനായിരുന്നു വൺ ഓഫ് ദി യങ്ങസ്റ്റ്. അപ്പൊ ലിൽ എന്ന് വെച്ചാൽ പല ആർട്ടിസ്റ്റുകൾ, ലിൽ വെയിന്, ലിൽ ബേബി എന്ന് പറഞ്ഞിട്ട് പുറത്ത് പല ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടുന്ന് എടുത്ത് പിന്നെ പയ്യൻ എന്ന് വെച്ചാൽ ചെറിയ ചെക്കനല്ലേ, ലിൽ പയ്യൻ ചെറിയ ചെക്കൻ. അപ്പൊ അന്ന് അങ്ങനെ ഒരു പേരെടുത്ത് അത്ര വേറൊന്നുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും വളരെ ചെറിയ ഏജിൽ ഇതിലേക്ക് വന്നതാണോ? 16. ഇപ്പൊ എത്ര? 20. ശരിക്കും ലീൽപ്പയ്യനാ. ഓക്കെ. മുടിയൊക്കെ നല്ല അടിപൊളി കളറൊക്കെ ചെയ്തിട്ടുണ്ടോ? നൈസ്. എന്റെ എഫിയുടെ ലോഗോയാണ് കുറച്ചുകൂടി അടിപൊളി. എന്താ ശരിക്കും പേര്? എന്ത്? എഫി തന്നെയാ? എഫി എന്റെ ശരിക്കുള്ള പേര് എഫി തന്നെയാണ്. ആർട്ടിസ്റ്റ് നെയിം എഫി തന്നെയാണ്. ഒരു ചെറിയൊരു സ്പെല്ലിംഗിന്റെ വ്യത്യാസമുള്ളൂ, IY വ്യത്യാസമുള്ളൂ. ശരിക്കുള്ള പേരില് EFI, ആർട്ടിസ്റ്റ് നെയിം ആകുമ്പോൾ EFY. ഓക്കെ. നമ്മുടെ മ്യൂസിക് പ്രൊഡ്യൂസർ. ഓക്കെ, ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. എങ്ങനെയാ നിങ്ങളുടെ ഒരു വർക്ക് പ്രോസസ് ഒക്കെ എങ്ങനെയാ പറ? വർക്ക് പ്രോസസ് എന്ന് വെച്ചാൽ നമുക്കൊരു സിസ്റ്റം മാത്രം, ലാപ്ടോപ്പ് മാത്രം മതി, എല്ലാം ക്രിയേറ്റ് ചെയ്യും. എല്ലാം അതിനകത്ത് തന്നെയാണ്. പിന്നെ വെച്ചാല് ഞാൻ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫ്ലോറാണ് മനസ്സിൽ വരിക. അവിടെ എങ്ങനെയായിരിക്കും ഓഡിയൻസ്, എങ്ങനെയുണ്ട് ട്രാക്ക്,
പെർസീവ് ചെയ്യുക. അങ്ങനെയാണ് അതാണ് എൻ്റെ ട്രാക്ക് അധികം. അങ്ങനത്തെ ഒരു ഈ ഡാൻസ് മ്യൂസിക്കാണ് എൻ്റെ അങ്ങനെയാണ് എൻ്റെ മെയിനായിട്ട്. അവളിപ്പം നിങ്ങളുടെ മ്യൂസിക്കിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ലീൽ പയ്യന്റെ ഉമ്മാന്റെ കുട്ടിക്ക് ആ പാട്ട് കുറച്ച് എനിക്കൊന്നും ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം ശ്രദ്ധിച്ചത് ആണോ? കമന്റ് സെക്ഷൻ ഓഫ് വരുന്നുണ്ടല്ലേ? ആണോ? അത് ഓഫ് ചെയ്ത് എന്താ പറയോ, എനിക്ക് ആ ലിറിക്സ് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. ഉമ്മാന്റെ കുട്ടിക്ക് 4 ദുബായിലുണ്ട് എന്റെ പേര്, പിന്നെ കിനാവിൽ പോയിന്റ് റൂഹ്, അങ്ങനെ ചില സാധനങ്ങൾ നമുക്ക് കണക്റ്റഡ് ആവുമല്ലോ ചില ലിറിക്സ് ഒക്കെ. അപ്പൊ ആ സമയത്ത് ഞാൻ എന്തോ ഒരു വിഷമത്തിലിരിക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഞാനങ്ങനെ എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ട് ആയി അതിന്റെ ലിറിക്സ് ഒക്കെ. അപ്പം അത് എഴുതിയത് നേരെ. അപ്പം ആ ഒരു മൂഡ് എങ്ങനെയായിരുന്നു? ലൈക്ക് അത് ലൈഫ് എക്സ്പീരിയൻസസ് ആണോ? അത് ഞാൻ ആ പാട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. കിനാവിൽ പോയിന്റ് റൂഹ് ഞാൻ കണ്ട സ്വപ്നാണത് സത്യം പറഞ്ഞാല്. ലൈക്ക് അത് കമ്പോസ് ചെയ്ത് തരുന്ന എനിക്ക് MHR. ഞങ്ങളിത് MHR ഈ പാട്ട് വരുമ്പോ എന്റെ ഒരു പഴയ പാട്ടുണ്ട് ദുവാന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പോ ആ പാട്ട് പോലത്തെ ഒരു മൂഡ് പിടിക്കണം പറഞ്ഞിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യണത്. അപ്പൊ ഞാനിത് ചെയ്തിട്ട് ഇത് ശരിയാവില്ല, എനിക്ക് ആ ഫ്ലോ വരുന്നില്ല. അപ്പൊ അങ്ങനെ MHR എനിക്ക് കമ്പോസ് ചെയ്തത് ആ ട്യൂണ്, ആ ട്യൂൺ എനിക്ക് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ലൈക്ക് ഞാൻ കണ്ട സ്വപ്നത്തില് ഞാൻ മരിക്കണ്. ലൈക്ക് എന്റെ മരണമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പൊ കാണുമ്പോ ഞാൻ നോക്കുമ്പോ ഞാൻ മരിച്ചു കിടക്കുന്നുണ്ട്, ഇന്നെ കാണുന്നുണ്ട്. പക്ഷെ ഈ എനിക്ക് അറിയണ പരിചിതമായിട്ടുള്ള മുഖമൊന്നും ഇല്ല അവിടെ, മനസ്സിലായോ? എന്റെ ഉമ്മാനെ കാണുന്നുണ്ട്, ഫാമിലി കാണുന്നുണ്ട്, പക്ഷെ എന്റെ ഫ്രണ്ട്സിനും ആരും ഒന്നും കാണില്ല അവിടെ. അപ്പൊ എനിക്ക് ആ സ്വപ്നം എന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്ത് ശരിക്കും ഇങ്ങനെ ഇതിങ്ങനെ ആ ഒരു ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് പോകും ഞാൻ. അപ്പൊ ആ സംഭവം വന്നപ്പോ എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയി എഴുതാൻ. അതായത് ചെങ്ങായിമാരൊക്കെ ഞാൻ തന്നെ, അതായത് എന്റെ സോള് എന്റെ ബോഡിയോട് ചോദിക്കുന്നു മോളിൽ നിന്ന്, ചെങ്ങായിമാരൊക്കെ ആര് കാണുന്നില്ല എന്താ പാട്. അതായത് അവൻ എന്നോട് തന്നെ ചോദിക്കണ്, എനിക്ക് ആരുമില്ല, കാണുന്നില്ല എന്താ പാട്. ഉമ്മാന്റെ കുട്ടിക്ക് 4 ദുബായിലുണ്ട് എന്റെ പേര്. അപ്പോഴും ഉമ്മാടെ പ്രാർത്ഥനയും അമ്മ മരിച്ചെടുക്കുമ്പോ അവരുടെ പ്രാർത്ഥന ഒക്കെ ഇല്ല നമുക്ക് ഉണ്ടാവാന്ന് പറയാം, ദുബായിലുണ്ട് എന്റെ പേര്. പിന്നെ ഞാൻ എഴുതിയത് തന്നെ അതെനിക്ക് എന്നോട് പറയാനുള്ളത്, നല്ല പേര് പോയി വാങ്ങ്, നാളെ വാപ്പാക്ക് താങ്ങാണ്. പിന്നെയാണ് മായുന്നില്ലല്ലോ കിനാവിൽ പോയന്റെ റൂഹ്. ആ റൂഹ് പോണതാണല്ലോ മരണം. ഞാൻ മരിച്ചു. പലർക്കും അത് തെറ്റിദ്ധാരണ, ഉമ്മയാണോ മരിച്ചു മോനായിരുന്നത്. അതാണ് ശരിക്കും ഉദ്ദേശിച്ചത്. കാരണം അതിലാ ചെക്കൻ മരിച്ചിട്ടാന്നുകൊണ്ട് ഉമ്മ കൊണ്ടുപോണ്. അതുവരെ ആ ലിറിക്കായാലും തെറ്റിദ്ധരിക്കപ്പെട്ട് പോണൊരു സംഭവമായിരുന്നു. അതായത് ചിലവര് മറ്റേ ആറ്റിറ്റ്യൂഡ് വീഡിയോയിൽ ഇങ്ങനൊക്കെ പറക്കണത് ഞാനാ. പറക്കണല്ല, അല്ലല്ല അത് നിങ്ങളുടെ ഒറിജിനൽ ഇറക്കിയത്, അതല്ലാണ്ട് ഒരു പറക്കുന്നുണ്ട് തിരമാല അടിക്കുമ്പോ. പിന്നെ കുറെ അങ്ങനെ ഓഡിയോ മിസ്യൂസ് ആയി പോയി. അപ്പൊ പാട്ട് പോണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഒരു സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവരെന്റെ പാട്ട് കേൾക്കണേല് കാര്യമില്ലല്ലോ, മനസ്സിലായോ? ഞാൻ എന്താ അവരോട് പറയണത് അതെല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ അത് കേൾക്കാണ്ട് പലരും സ്ലോ മോഷനിൽ ഇട്ടിട്ട് ചെക്കായിമാരൊക്കെ അപ്പോട്ട് നോക്കി ഇതെന്ത് ഇവർക്ക് ഇങ്ങനെ കണക്ട് ആവാത്തിനാലേക്ക്. പിന്നെ കുറച്ച് ടൈം എടുത്ത് ആ ഒരു റീല് വേണ്ടി വന്നു. കാരണം എന്റെ കമന്റ്സിൽ ഫുൾ ഉണ്ടായിരുന്നു ഇതറിയാണ്ട് എത്ര പേര് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് കളിക്കണത്. ആ റീല് മില്യൺ അടിച്ചെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ റീല് ഹെൽപ്ഫുൾ ആയി. പിന്നെ അവിടുന്ന് ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഇങ്ങനത്തെ പാട്ടാണ്, ഇങ്ങനത്തെ ഒരു സാധനമാണെന്ന് മനസ്സിലായി. കാരണം ആൾക്കാർ നമ്മുടെ ഇപ്പോഴത്തെ ഓഡിയൻസിലും സ്റ്റിൽ ഈ ഒരു നിമിഷം ഇപ്പത്തെ 2:10 ഈ 2:10 ലിറിക്സ് കേൾക്കാണ്ട് പാട്ട് കേൾക്കണ വൈഫിന് ആൾക്കാരും കൂടി ഉണ്ട്. നമ്മളെന്താ പറയുന്നത് ആലോചിക്കാണ്ട്. അല്ല അതൊരു വശത്ത് നല്ലതാണ്. പക്ഷെ എനിക്ക് ആസ് എ ആർട്ടിസ്റ്റ് സംബന്ധിച്ചിടത്തോളം ലിറിക്സ് കേട്ട് കൂടെ കൂടുന്നവരാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് അത്. കാരണം പല ആൾക്കാരെ ക്യാപ്ഷനിലും ഞാൻ എഴുതിയ പാട്ടുകൾ കാണലുണ്ട് ഞാൻ. അതായത് ഐസ അൽഹംദുലില്ലാന്ന്, പിന്നെ അൻ്റെയൊക്കെ വലിയപ്പോ കളിച്ച കളി ഞാൻ ഇവിടെ ഇന്നിപ്പോ കളിക്കും. ലൈക്ക് അത് ഞാൻ പറഞ്ഞ സംഭവമാണല്ലോ. അത് അങ്ങനെ പോകുമ്പോ നമുക്ക് ലൈക്ക് ലിറിക്കലി നമ്മള് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, നമ്മൾ എഴുത്ത് ആൾക്കാര് ഏറ്റെടുക്കുന്നുണ്ടെന്നല്ല നോട്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ആണ് ആസ് എൻ ആർട്ടിസ്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മറ്റേ പരിപാടി കൂടി നടക്കുന്നുണ്ട്, ബാലൻസ്ഡ് ആണ്. ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റുമോ? അത് പ്രത്യേകം ഫാൻ ബേസ് ഉണ്ട് ഇവിടെ ചാനലിൽ, അത് പാടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കിടന്ന് കരഞ്ഞ് കരഞ്ഞ് മയത്ത് കട്ടിലിൽ മെയ്ന്ന് പതിഞ്ഞ് ചെങ്ങായിമാരൊക്കെ ആര് കാണുന്നില്ല എന്താ പാട്. ഉമ്മാന്റെ കുട്ടിക്ക് 4 ദുബായിലുണ്ട് എന്റെ പേര്.
നല്ല പേര് പോയി വാങ്ങ്, നാളെ നീ വാപ്പാക്ക് താങ്ങ്, മായുന്നില്ലല്ലോ കിനാവ്, കിനായി പോയിന്റെ അതൊക്കെ എത്തൂല റൂഹ. അത് എത്ര ടേക്ക് എടുത്തിട്ട് വന്നറിയോ സംഭവം. കിനായി പോയിന്റെ റൂഹ ഐസാണല്ലോ, അങ്ങനെ എന്റെ തൊണ്ട പിടിക്കും. അങ്ങനെ ഒരു 10-20 ടേക്ക് എടുത്തിട്ടുണ്ടാവും സംഭവം. അപ്പൊ എങ്ങനെ എഫിയുടെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞങ്ങള് കാറിലാണ് വന്നത്. ഓക്കെ, ഈ ഒരു ഫീൽഡിലേക്കുള്ള യാത്ര എങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ എഫി എന്ന ആർട്ടിസ്റ്റ് എങ്ങനെ ഉണ്ടായി? എന്റെ ഉപ്പയും വല്യപ്പൊക്കെ മ്യൂസിഷ്യൻ പരിപാടി. ഇപ്പൊ മ്യൂസിക് ടീച്ചറാണ്. വല്യപ്പ പണ്ടത്തെ മ്യൂസിഷ്യനാണ്. പിന്നെ ഈ റാപ്പിക്ക് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഈ പണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ ആ ടൈമിൽ ഇങ്ങനെ കുറച്ച് റാപ്പ് പരിപാടി ഞാൻ ഇങ്ങനെ കേൾക്കും. എന്റേതായിട്ടുള്ള വരികൾ ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ വേറെ ആൾക്കാരെ റാപ്പും പരിപാടികളൊക്കെ RC എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ആള് പാട്ടൊന്നും അധികം ചെയ്ത് കണ്ടിട്ടില്ല. ബല്ലാത്ത ജാതിയുടെ ബീറ്റ് അപ്പൊ ഈ ഒരു സാധനം ഉണ്ട് RC, ഒരു പെട്ടിക്ക് ഒരു പുറപ്പൊക്കെ ചിറകൊട്ടിച്ചിട്ട് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അതൊക്കെ ഞങ്ങള് ഭയങ്കര ഇഷ്ടമായി. സ്പീഡിൽ പോലെ കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ അതിങ്ങനെ ചെയ്തിട്ട് പിന്നെ കോളേജിൽ ഒരു ടൈമിൽ കോളേജിൽ പറ്റിയിട്ട് വെറുതെ ഒരു പാട്ട് ഉണ്ടാക്കിയതാ. ആ പാട്ട് ഉണ്ടാക്കിയവർക്ക് കോളേജിൽ സീനായിട്ടു. പ്രിൻസിപ്പാളൊക്കെ വന്ന് ചെറുതായിട്ട് വിഷയം കോളേജിനെ എതിർത്ത് പാടിക്കഴിഞ്ഞ പിന്നെ വിഷയല്ലേ. അത് ആ ടൈമിൽ ഉണ്ടാക്കിയ പാട്ടാ. അത് ഈ 2020 ആ ടൈമിൽ ഉണ്ടാക്കിയ പാട്ടേക്ക് ഓർമ്മൊന്നുമില്ല. അത് ഞാൻ ട്രാക്കായിട്ട് ഇറക്കാനും വിചാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വെറുതെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ബെഞ്ച് ഇരുന്നിട്ട് ഇങ്ങനെ കൊട്ടണേന്റെ ഇടയിൽ അങ്ങനെ റാപ്പ് ചെയ്തപ്പോ എല്ലാരും പറഞ്ഞു അത് കൊള്ളാലോ, സ്റ്റേജിൽ കയറിക്കോ ഇതാക്ക്. അപ്പൊ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ കേറി നമ്മളെ കണ്ടു കഴിഞ്ഞാല് വിളിച്ചാടുന്ന ടീച്ചർമാരൊക്കെ വന്നിട്ട് നിനക്ക് നീ നന്നായി പാടില്ലെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചെറിയൊരു ഭാഗത്ത് നോക്കാല്ലേ അങ്ങനെ കയറിയതാ. പിന്നെ വരികളൊക്കെ എഴുതി അപ്പൊ തെറ്റാണെന്ന് തോന്നി. പിന്നെ പരിപാടി കുറച്ച് പഠിച്ച് ഞാൻ ആദ്യം ട്രാക്കും കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടില്ല. 2000 ഇപ്പൊ അടുത്താണ് ഞാൻ പാട്ടുകൾ ഇറക്കാൻ തുടങ്ങി. ഞാൻ സ്റ്റേജ് ഷോസ് അത്യാവശ്യം കയറിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന പരിപാടിക്ക് ഇങ്ങനെ ചോദിച്ച് മേടിച്ച് കയറില്ല. ഞാനും തെൻസിനെ ഞാൻ വിളിക്കും. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ഇങ്ങനെ ഏതൊരു ഷോക്ക് ആയിരുന്നു 22 ആ ടൈമിലായിരുന്നു. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ അപ്രീസിയേഷൻ കിട്ടിയ റാപ്പ് ഏതായിരുന്നു? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ MHR ചെയ്ത മഞ്ചാബി അത് എല്ലാരും പറഞ്ഞു. അത് എടാ പാട്ട് ഉഷാറായിട്ട് കിട്ടും, പാട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു. അത് ഒരു കൊമേഴ്ഷ്യൽ സാധനമാണ്. പക്ഷെ എന്റേതായിട്ടുള്ള സാധനം അടിപൊളിയാണെന്ന് കുറച്ച് ആൾക്കാരെ പറയുള്ളൂ. കാരണം വെച്ചാൽ അതിലേക്ക് ആൾക്കാരെ എത്തിപ്പെടണുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റേത് കുറച്ച് എന്താ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് അത് അങ്ങനെ ആക്കണതല്ല, ചെറുതായിട്ട് അങ്ങനെ ആക്കണതാണ്. ശരിക്കും ഇങ്ങനെ സൊസൈറ്റിനോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനുള്ള കാര്യം ഇങ്ങനെ വരികളിൽ കൂടി കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? അതല്ലേ നമ്മള് പണി. അത് കൊടുക്കലുണ്ട്. അത് എന്താ പറയാ, നമുക്ക് ഇപ്പൊ ഒരു നേരത്തെ ചോദിച്ചില്ലേ ഒരു സ്റ്റേജ് ഷോക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെ എടുത്ത എനർജി ഉണ്ട്. ഞാൻ ഇപ്പൊ കണ്ടെത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉള്ളിലുള്ള എല്ലാ സ്ട്രെസ് പരിപാടികളൊക്കെ ഞാൻ കളയുന്ന ഒരു സ്ഥലമാണ് സ്റ്റേജ് ഷോ. ഇപ്പൊ ടെൻസിയാണ് നമുക്ക് സ്റ്റേജ് ഷോ ഒക്കെ സെറ്റ് ചെയ്ത് തരാം. അപ്പൊ ഞാൻ ടെൻസിനോട് ഇടയ്ക്ക് ചോദിക്കും, ടെൻസെ ആകെ സീലാണ്, എന്തെങ്കിലും പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും പരിപാടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് ആകുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലോർ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഓടി കളിക്കണം. അങ്ങനെയാണെങ്കിൽ മഞ്ചാബിയുടെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഭയങ്കര പ്രിപ്പയർ ചെയ്ത് വന്നു എന്നൊക്കെ പറഞ്ഞു. ഇല്ല, പ്രിപ്പറേഷൻ ഒന്നും ഇല്ല കേട്ടോ. പാടിത്തരാം. മഞ്ചാബിലുള്ള ഫസ്റ്റ് വേഴ്സ് ഉണ്ട്, അത് ഞാൻ പാടിത്തരാം. കുറച്ച് ബേസ് പരിപാടിയാണ്. കൊളായാൽ അല്ല കൊളാവില്ല, പാടിത്തരാം. കഥമാറി തലമാരി മലബാരി പലമാരി വരവായി പൊന്നാനി അറിവായി അറവായി കുഞ്ഞാണി ബൽദായി മോന്തായി മെക്കുരുവായി തലശ്ശേരി ബിരിയാണി വന്നോളി തിന്നോളി. അത് ഞാൻ പാടിയത്. ഓക്കെ, ഇപ്പം ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഇപ്പം കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എല്ലാവർക്കും നമ്മളുടേതായ ഒരു ഫ്രീഡം ഉണ്ടാവണമല്ലോ. അപ്പം പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്ക് നമ്മുടേതായ ഇപ്പം എഴുത്തിലാണെങ്കിലും ആക്ടിങ്ങിലാണെങ്കിലും അപ്പൊ എപ്പോഴെങ്കിലും ആ ഫ്രീഡത്തിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്? ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫ്രീഡം വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പറയുകയാണെങ്കിൽ ഈ ഫ്രീഡത്തെ പറ്റിയുള്ള പരിപാടി ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഫ്രീഡം വെച്ച് ഞാൻ തന്നെ എഴുതുന്നു, എന്റെ ഫ്രണ്ടിന്റെ ബീറ്റ് ഉണ്ടാക്കണം. പിന്നെ എന്താ ഫ്രീഡത്തിന് കുറവോടെ രണ്ടാളൊരു കംഫർട്ട് സോണില്ല. ഞാൻ വേറെ പുറത്തൊന്നും പോയിട്ട് വർക്ക് ചെയ്തിട്ടില്ല, വേറെ ആർക്കും പാട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് ഞാൻ എഴുതുന്നത് എന്റെ സാധനം മാത്രം.
ഉണ്ടായിട്ടില്ല. ആ സിനിമക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും തോന്നുന്നുണ്ട്. കാരണം അവരുടേതായ രീതിക്ക് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ പോകാത്തോണ്ട് അറിയാത്ത കാര്യം പറയാനും പാടില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മണിയറയുടെ പാടാൻ പറ്റുമോ? മണിയറ പാടാം. മണിയറ ഞാൻ പാടാം. ജനിച്ച മണ്ണും കൊതിച്ചതാ, കൊതിച്ച പെണ്ണോ ചതിച്ചതാ, വിരിച്ച പെണ്ണോ ചവച്ചിട്ടെന്നും അരച്ച് മുടിച്ച് തുലച്ചതാ, പഠിച്ച റബ്ബെ പറഞ്ഞതാ, പിടച്ച കൽബും നടത്തുതാ, വൈകുന്നേരം മോതുന്ന നേരത്തും മുമ്പച്ച് ഞാൻ കാരണം ഏറെ കരഞ്ഞതാ, പല കോലവും പിന്നെ കണ്ടോരൊക്കെ തന്ന പേരതും, കുടിച്ചും വലിച്ചും തേറിച്ചും നടന്ന കാലവും, അവൻ ശരിക്കും പറഞ്ഞ നേരവും, 4 ചുമരും കാലവും ചുമലിലേറിയ ഭാരവും, എന്റെ ഗതിക്കൊരു പരഗതിയില്ല, കടന്ന് കിട്ടിയാൽ ആര് പോവും ഞാൻ ടാറ്റ, ചെന്ന് വിളിച്ചു കൂവല ടാറ്റ, എന്റെ കാര്യമെല്ലാം ഇന്ന് റാത്ത, എന്റെ പാട്ടൊക്കെ കേട്ടിട്ട് മോൾക്ക് കേൾപ്പിച്ച് കൊടുക്ക് താത്ത, നല്ല വാക്ക, എന്റെ പേരൊക്കെ നാട്ടിൽ പാട്ട, എന്റെ പാട്ട് കേട്ടിട്ട് ഇന്ന് കൂട്ട്, പലരും മാറ്റി വിട്ടൊരു കാലം കഴിഞ്ഞത്. അതാണ് സംഭവം. അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. ആ പാട്ട് ചെയ്യുമ്പോ എന്തോ എനിക്ക് ഉറപ്പായിരുന്നു ഈ സാധനം കേറുന്നു മണിയറ ചെയ്യുമ്പോ. കാരണം അതുവരെ ചെയ്തൊരു സാധനമായിരുന്നില്ല അത്. പിന്നെ അതില് ഒരു മാപ്പിളപ്പാട്ട് സാമ്പിളും കൂടി ഉണ്ട്. അപ്പൊ അത് ഇറങ്ങണേക്കാട്ട് മുന്നേ റെയിലിട്ടപ്പോഴത് കയറി. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഈ സാധനം എന്തെങ്കിലുമൊക്കെ ആവും. അപ്പൊ ഞാന് അപ്പോൾ തന്നെ സ്റ്റേജിൽ എഴുതിയത് ഈ പാട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവാൻ പോകുന്നു. അതാണ് എഴുതിയത്. ഇപ്പം ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. ദിൽപൈന്റെയും എഫിന്റെയും ഒരു 3 ഇവര് കൂൾ ഗൈസ് എന്ന് പറയാനുള്ള ഒരു 3 കാരണങ്ങൾ. കൂൾ ഗൈസ് ഞങ്ങളെക്കാളും കൂൾ ഗൈസ് ഇവരൊക്കെയാണ്. അവര് ഞാൻ ഇന്റർവ്യൂ എടുത്തില്ലല്ലോ, അടുത്തല്ലേ. ആണെങ്കിൽ ചളി ഫസ്റ്റ് ഭയങ്കര സഹിക്കാൻ പറ്റില്ല അല്ലേ, അതാ നീങ്ങിയിരിക്കുന്നേ. പക്ഷെ അത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ കണ്ണിലുണ്ണിയാണ്. അല്ല വേറെ ഒന്നും പറയാനില്ല. ദിൽപൈനെ കുറിച്ചോ? കുറച്ച് ദേഹോപദ്രവമാണ്. എങ്ങനെ എന്റെ ഫിസിക്കൽ ടച്ച് ലവ് ലാംഗ്വേജ്. അങ്ങനെ എടാ അപ്പൊ ആ പരിപാടി ഒന്നും അതാണ് മെയിൻ ആയിട്ട്. ആണല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എഫിയുടെ കൊലച്ചതി പാട്ടിലേക്ക് പോവാം. പാട്ട് പാട്ട് വന്ന വഴി, കഥ, സിറ്റുവേഷൻ, എഴുതാനുണ്ടായ സാഹചര്യം. അത് ആ പാട്ട് ഞാൻ എഴുതുന്നത് എൻ്റെ റൂമിൽ നിന്നാണ്. അത് ഒന്നുമില്ല, അത് ഭയങ്കര സ്ലോയില് ഇങ്ങനെ പോയിരുന്ന പാട്ടാണ്. ഗള്ളി ബോയ് ഫിലിമിലൊരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് പക്ഷേ പാടാൻ അറിയില്ല കേട്ടോ. അത് ആ ഫിലിമില് അത് വെറുതെ ചിരിക്കുക കേട്ടോ കാര്യമായിട്ട്. പിന്നെ അതില് ഒരു പാട്ടുണ്ട്. പിന്നെ എന്താ പഠിക്കാൻ പോണ ടൈമില് വർക്കില് അച്ഛൻ പറഞ്ഞയക്കുന്ന ഒരു സീനിലൊരു പാട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെമ്പോ ഞാൻ അങ്ങനെ വെറുതെ അതിന്റെ മേലെ സ്ഥിതി അതൊക്കെ എത്തി പറഞ്ഞെത്തി മൊത്തം കൊല്ലച്ചെത്തി പണ്ടച്ചെത്തി അങ്ങനെ പോയിരുന്ന ട്രാക്കാണ്. പക്ഷെ അതിന് എന്തോ ഒരു കുറവ്. അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ യൂട്യൂബ് ബീറ്റിൽ വെറുതെ കുറച്ച് സ്പീഡ് ടെമ്പോ BPM കുറച്ച് സ്പീഡിൽ എടുത്ത് അതിന്റെ മേലെ സ്ഥിതി വെറുതെ ഇങ്ങനെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പാട്ട് നോക്കി സ്ഥിതി അതൊക്കെ പറഞ്ഞതിന്റെ കൊല്ലച്ചെത്തി പല്ലച്ചെത്തി കൊടുത്തത് വെയിറ്റ് കൊടിച്ചെത്തി പടത്തത് ചുരപ്പത്ത് ചെത്തി അത് 70 70 പടപ്പത്ത് 10 10 പടപ്പത്ത് കൊടിച്ചെത്തി കുടിച്ചെത്തി ചെത്തി 10 സ്നേഹത്തിന്റെ കാര്യത്തിൽ പടപ്പിന്റെ തിരിഞ്ഞിട്ട് കുത്തിക്കിട്ട് കുത്തുന്നത് മാത്രം മതി. അത് നേരെ ഞാൻ റേറ്റിന്റെ അടുത്തേക്ക് പോണേ. റേത്ത ട്രാക്ക് ഉണ്ട്, ബീറ്റ് ഇല്ല. അപ്പോൾ റേത്ത കൈമിരുന്ന് പിന്നെ ഒരു ബീറ്റ് ഞാൻ അടുത്തിരിക്കും റേത്ത ഐഡിയ പോലെ ചെയ്യുന്ന പറയാം. അപ്പോൾ റേത്ത സാധനം ഉണ്ടാക്കും കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ട്രാക്കാണ് കൊലച്ചതി. ഇപ്പം ബ്രീത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ബ്രെത്ത് കൺട്രോൾ. പിന്നെ അതിന് എങ്ങനെ നിങ്ങൾ അത് ആ ഒരു പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നത്? ലൈക്ക് പ്രാക്ടീസ് ചെയ്യും? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യണം വെറുതെ ഇങ്ങനെ. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം പറ്റില്ലല്ലോ, എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഇപ്പം ഒരു ഇതെങ്ങനെ ഈ വേർഡ്സ് ഇത്ര സെക്കൻഡ്സിൽ ഇത്ര വേർഡ്സ് കവർ ചെയ്യും അങ്ങനെ ഉണ്ടോ? എങ്ങനെ മനസ്സിലായില്ല? അതായത് അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അന്ന് പറഞ്ഞു 45 സെക്കൻഡില് അത് ഞാൻ 40 സെക്കൻഡ് ആ സാധനം മാത്രമേ അല്ല അന്നത്തെ ഇന്റർവ്യൂ ഇതേ ചെയ്തിട്ട് 45 സെക്കൻഡ് 45 പറഞ്ഞു. അത് 40 സെക്കൻഡ് ആയിട്ടില്ല, ഞാൻ 25 സെക്കൻഡ് പോവാൻ
ശ്വാസം കുറച്ച് ടൈം എടുത്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാം. ഏറ്റവും അങ്ങനെ എത്ര സമയം വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും? അങ്ങനെ നോക്കിയിട്ടില്ല. അന്ന് 25 26 വയസ്സൊക്കെ 45 പറഞ്ഞപ്പോ 26 വരെ എത്തിച്ച് പകുതിയിൽ എത്തിച്ച്. അപ്പൊ അങ്ങനെയാണ് കൊലച്ചതി ഉണ്ടായിരുന്നത്. കൊലച്ചതി അങ്ങനെ ഉണ്ടായി. റേറ്റിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? പ്ലേ ചെയ്തരാ. പാട് ഞാൻ പാടൂല. ഇവ മ്യൂസിക് പ്രൊഡ്യൂസർ അല്ല, സിംഗ് ചെയ്തിട്ടില്ല. ഇല്ലല്ലേ സിംഗില്ല അല്ല അത് ചെയ്യില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് പാട്ട് പാടുന്നുണ്ടോ അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അല്ലേ? ഞാന് 2013-14 തുടങ്ങിയത്. അപ്പോ അന്ന് ഡബ് സ്റ്റെപ്പ്, ഇലക്ട്രോ ഹൗസ് അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പൊ അതിൽ ലേബലിൽ കയറാൻ പറ്റാൻ കുറെ നോക്കി. അത് നടക്കാണ്ടാണ് ഞാൻ റെക്കോർഡ് ലേബിൾ തുടങ്ങി. പിന്നെ ഇങ്ങനെ തുടങ്ങി ചെയ്ത് ഒരു ഫ്രണ്ടിൻ്റെ മുഖേന ഞാൻ ഫസ്റ്റ് ഒരു റാപ്പ് ചെയ്തു. ഫസ്റ്റത്തെ പോരാട്ടം എന്ന് പറഞ്ഞിട്ട് കാവോ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനൊപ്പം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മച്ചാർ കണക്ട് ആവണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റിച്ചുബായിൻ്റെ ഡ്യൂക്ക് എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഉണ്ടായിരുന്നു, യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത് റീമിക്സ് ചെയ്തപ്പോൾ ഭയങ്കര വൈറലായി. കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഡ്യൂക്ക് വെറുതെ എന്തോ അപ്ലോഡ് ചെയ്താണ്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോ ഞാൻ കണ്ടു, അടുത്ത് വെറുതെ റീമിക്സ് ചെയ്തപ്പോ കാരണം ആ മ്യൂസിക് ഒക്കെ മടുത്തിക്കണ സമയമായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ വെറുതെ യൂട്യൂബ് ചാനലിൽ ഒന്നും വെറുതെ പോണ്ട വെച്ചിട്ട് അങ്ങനെ കുറെ റീമിക്സുകൾ ഇങ്ങനെ ഇറക്കും. കലിയുഗമൊക്കെ ഞാൻ റീമിക്സ് ചെയ്തിരുന്നു. അപ്പൊ അതിന് ശേഷം ഞാൻ ഇത് ഇറക്കി. ഇത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹിറ്റായി. പിന്നെ അതിന് ശേഷമാണ് തോന്നി അത് തന്നെ ഒന്ന് പിടിച്ചു നോക്കാന്ന്. ഇപ്പം എഫിക്ക് ഈ ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വലിയ പാരമ്പര്യമൊന്നുമില്ല, ചെറിയൊരു പാരമ്പര്യം. അപ്പം റാപ്പ് അല്ലാതെ എഫിയുടെ അടുത്ത് നിന്ന് നമ്മൾക്കൊരു നോർമൽ സോങ് കേൾക്കാൻ ആഗ്രഹം. ഞാൻ പാടാൻ ശ്രമിക്കാം. അത് പണ്ടിന്റെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് പാട്ടാ. അടിയ കൊളവും ഇല്ല. കോന്തലക്കല് നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചുരല് വീശിയില്ലേ നമ്മുടെ മുലക്ക ഒത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്ത് കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം നോർമലി നമ്മളിപ്പം നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്കും പേഴ്സണലി ഉള്ള ഡൗട്ടാണ്, നിങ്ങളിപ്പം ലിപ്സിംഗ് ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈവായിട്ട് പെർഫോം ചെയ്യാറുണ്ടോ? അത് ഞാൻ പറയണെങ്കിൽ ഇപ്പോ എന്റെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്റെ കാര്യം എല്ലാവർക്കും പറയാം. എന്റെ കാര്യം എന്ന് വെച്ചാല് ഞാൻ പ്ലസ് ഇടും. പ്ലസ് എന്ന് വെച്ചാല് വോക്കൽ ഇടും. എന്റെ പാട്ടോട് പ്ലേ ചെയ്യും. പക്ഷെ പാട്ട് പ്ലേ ചെയ്യാന്ന് വെച്ചാല് ഒരു 60% അത്രയൊക്കെ നമ്മൾ DB കൊടുക്കണം. അതായത് ആക്ച്വലി ആയിരിക്കൂല. പാട്ടുണ്ടോ പാട്ടുണ്ട്, ഇല്ല അങ്ങനെയാണോ? സാധാരണ നോർമലി ബീറ്റ് ആയിരിക്കും. അതായത് ബീറ്റ് എന്ന് വെച്ചാൽ ആ ഒരു മ്യൂസിക് ഇല്ലേ വോക്കലിലാണ്ട് അത് ഫുൾ ഉണ്ടാവും. പക്ഷെ അതിൽ ഞാൻ പാടിയിട്ടുള്ള എന്റെ ശബ്ദം 50% കുറക്കും. അതായത് ഞാനവിടെ പെർഫോം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഞാൻ എന്റെ വോക്കൽ പുറത്തേക്ക് പോകും. മൈക്കിൽ സംസാരിക്കുന്നത്, മൈക്കിൽ മറ്റേ മോണിറ്ററിൽ എന്റെ പരിപാടി കാണിക്കും. അതായത് ബാക്കിൽ പാട്ടും വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ ചെയ്യണത് റാപ്പാണല്ലോ, വെറുതെ ഇവിടെ നിന്നിട്ട് മറ്റേ മൈക്ക് വെച്ചിട്ടുള്ള പാട്ടില്ലല്ലോ. ആ ഒരു എനർജി കീപ്പ് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാട്ട് എനർജി ഉള്ളതാണ് അത്യാവശ്യം. അപ്പൊ എനിക്കത് ഒരിക്കലും മൈൻഡ് സെറ്റ് ഇട്ട് ചാടി എനിക്ക് ആ ഒരു ക്രൈസാണ് ലൈവ് എന്ന് വെച്ചാൽ. അപ്പൊ എന്നെ സംബന്ധിച്ചത് പറ്റൂല, ഇടയ്ക്ക് ബ്രീത്ത് പോകേണ്ടി വരും. അപ്പൊ ഞാൻ അതിപ്പോ പുറത്തായാലും ഇപ്പൊ അമേരിക്കയിൽ അവിടുത്തെ റാപ്പേഴ്സ് ആയാലും പ്ലസ് ഇട്ടിട്ടുള്ള ലൈക്ക് അവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക പെർഫോമൻസ് ആണ്. മനസ്സിലായ? അതും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് തന്നെ ഒക്കെ നമുക്ക് ഒന്നും കോമൺ ആയിട്ട് പറയാൻ പറ്റൂല. ഇപ്പോ ചിലവര് പറയണ എനിക്ക് കുഴപ്പമില്ല എന്തോ ആവട്ടെ, ഞാൻ മൈൻഡ് സെറ്റ് പാടുന്ന വെച്ചാല് ബീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വോക്കൽ ഉണ്ടാവില്ല. നമ്മൾ ലൈവ് വോക്കലാവും. അങ്ങനെ പാടാൻ പറ്റുള്ളവർ അങ്ങനെ പാടും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റൂല. ലിപ്സിംഗിങ് ഒരിക്കലും ചെയ്തിട്ടില്ല. എന്റെ നിമിഷം വരെ ലിപ്സിംഗിങ് ഒരിക്കലും ഒരു പാട്ടിലും കൊടുത്തിട്ടില്ല. ലിപ്സിംഗ് എന്ന് വെച്ചാൽ പാട്ട് ചെയ്തിട്ട് ഇപ്പോ
ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ കിടന്ന് അല്ലറും തൊണ്ട പൊട്ടിയിട്ട് വരുള്ളൂ. അതിപ്പോ പാട്ട് ബാക്കിലുണ്ടെങ്കിലും. കാരണം എന്റെ ഒരു രീതി വേ ഓഫ് പെർഫോമിങ് അങ്ങനെ മൈനസ് ഞാൻ ഇടില്ല. പ്ലസ് ഇട്ടിട്ടേ ഞാൻ പാടുള്ളൂ. അത് വെച്ചിട്ട് തീരെ പ്ലസ് ഇട്ട് ലിപ്സിംഗ് അല്ല ഞാനവിടെ പാടുന്നത് മോണിറ്ററിൽ കാണുന്നുണ്ടാവും. മനസ്സിലായോ? ഞാൻ കൂടുതലും മൈനസിലാണ് പാടാൻ ശ്രമിക്കുക. കൂടുതലും കുറെ ഷോ മൈനസിലാണ് ഞാൻ പോയിട്ടുള്ളത്. ആ ടൈമില് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമില് ട്രാക്കുകൾ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഫ്ലോറ് ഇങ്ങനെ സ്റ്റേജ് ഷോക്കൊക്കെ പോകുമ്പോ പാട്ടുണ്ടാവില്ല. നമ്മള് ഉണ്ടാക്കിയ പാട്ട് നമ്മൾ അവിടുന്ന് പാടണായിരുന്നു. അങ്ങനെ കുറെ ഷോക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോ മൈനസ് ആണ് കൂടുതലും പാടാൻ ഇഷ്ടം. കംഫർട്ടബിൾ. എന്റെ ഒരു ഇഷ്ടം അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ പോണ്. എങ്ങനെ ലിൽ പൈൻ അങ്ങനെ ആലോചിക്കാറുണ്ടോ ലിറിക്സ് എഴുതുന്ന സമയത്ത് ഓഡിയൻസ് അത് ഏത് രീതിയിൽ എടുക്കും? ലൈക്ക് അവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ പറയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ കാഫിറിൽ ഇപ്പൊ ഞാൻ ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നു വിചാരിച്ചെങ്കിൽ ആ പാട്ട് ഇറങ്ങൂലല്ലോ. അങ്ങനത്തെ കാര്യമല്ലോ പറയണത്. അപ്പോ അങ്ങനെയൊന്നുമില്ല. പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞു. പിന്നെ ആൾക്കാരെ പരിപാടി വന്നത് കേട്ട് രസമാണെങ്കിൽ അവർ ഏറ്റെടുക്കും, ഇല്ലെങ്കിൽ അത് ഏറ്റെടുക്കില്ല. അങ്ങനെ പാട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാല് അത് പണി കഴിഞ്ഞു. പിന്നെ അവിടുന്ന് മാർക്കറ്റ് പരിപാടി വേറെ സൈഡിലേക്ക് എടുക്കണമെന്നുള്ളൂ. അല്ലാണ്ട് പാട്ട് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാവും പറഞ്ഞത് ഇങ്ങനെയാവും. നമുക്ക് എന്താണ് തോന്നുന്നത് പറയാത്താണല്ലോ. ആ ഒരു ഫ്രീഡം ആണല്ലോ നമ്മൾ നേരത്തെ സംസാരിച്ചത്. നമ്മള് നമ്മളെ തന്നെ തുറന്ന് കാണിക്കാൻ അതിനായിട്ട് കാണിക്കണം അവിടെ. മനസ്സിലായി? നമ്മുടെ പാട്ടിൽ കൂടെ ഇപ്പൊ ഇവനായാലും ഞാനായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് റീൽസ് തോന്നുമ്പോ കാണാം കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് റാപ്പ് എന്നുള്ള സംഭവം ട്രെൻഡ് ആയപ്പോ കുറെ ആൾക്കാർ വന്ന് റാപ്പ് ചെയ്യാം, മഴ പെയ്ത് മഴനെ പറ്റി റാപ്പ് ചെയ്ത്, അതേപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പറ്റി റാപ്പ് ചെയ്യാൻ പോവാ. അത് അവർക്ക് റീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര റീച്ച്. അത് ഞാൻ കുറ്റം പറഞ്ഞല്ല, ഓഡിയൻസിന് പറയാനുണ്ടോ. നമ്മുടെ ഓഡിയൻസ് ലൈക്ക് ഒരു കാര്യം കിട്ടിയാല്, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മഴ പെയ്ത മഴ വന്ന് പുഴ പോവാ, കുഴ തെറ്റി, വാഴ വെട്ട, ലൈക്ക് ഇതേപോലെ പരിപാടികളുണ്ട്. അതൊരു പാട്ടാക്കി ഇറക്കാന്നുള്ളത് അതൊരു പണിയാണ്, ഒരു പണിയാണ്. പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഇറക്കുമ്പോഴാണ് ഞാൻ ഒരു പാട്ട് ഇറക്കണേ ഞാൻ ഇന്നക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ നാളേക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ സാധനം അവിടെ കിടക്കും. പാട്ടുകാണല്ലോ ഇവിടെ, നമ്മളല്ലേ പോണുള്ളൂ. വേടം പറഞ്ഞ പോലെ ആള് പോകിലും ആശയം മരിക്കില്ല അതെന്ന് പറഞ്ഞിട്ടില്ലേ. ഞാൻ പോയാലും എന്റെ ആശയം ഇവിടെ തന്നെ ഉണ്ടാവും. അത്രേ നമ്മൾ ഉദ്ദേശിക്കണുള്ള ഈ പാട്ടുകൊണ്ട്. അല്ലാണ്ട് എന്ത് പറയാ, ഓഡിയൻസ് ഇപ്പൊ ഇങ്ങനെ നമുക്ക് പക്ഷെ മാറുന്നുണ്ടാവും ഭയങ്കര രീതിക്ക് മാറുന്നുണ്ട്. പിന്നെ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യലാണ് നമ്മുടെ പണി. പിന്നെ പഠിക്കാൻ താല്പര്യമില്ല തന്നെ പുള്ളി ഓരോടുത്ത് അടിച്ച് പഠിപ്പിച്ചാലും പഠിക്കില്ല. പക്ഷെ അത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. ഓഡിയൻസിന് ഐഡിയ ഇല്ലാതെ മുതലെടുത്ത് ഞങ്ങളൊരു 2 മാസം 3 മാസം റീച്ചിന് വേണ്ടി ചെയ്തല്ലോ. ഞാൻ പറഞ്ഞുതരാം, ഒരു 500K പിടിച്ചു റീച്ചിന് വേണ്ടി പണിയെടുത്താല്. ഒക്കെ സിമ്പിളായിട്ടാണ് പരിപാടിയാണ്. നമ്മൾ ഇത്ര കൊല്ലം പണിയെടുത്തിട്ട് നമുക്കിപ്പോൾ എനിക്ക് എത്ര 12K ഒക്കെ ഉള്ളൂ. പയ്യൽക്ക് ഒന്ന് റീച്ച് സെറ്റായി വരുന്ന. അപ്പൊ നമുക്ക് ആ റീച്ചല്ല മോഹം. നമ്മൾ ചെയ്യുന്ന പണി അതാ ഞാൻ നേരത്തെ പറയാം, OG എന്നുള്ളൊരു സംഭവം ഫേക്ക് ആവണ്ടെന്നുള്ളൊരു സംഭവം. അത് നമുക്ക് അവിടെയാണ് ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഞങ്ങളായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞ പോലത്തെ സംഭവം. റിയൽ പണി ചെയ്തിട്ട് കിട്ടണ ഒരു ഫെയിമും പരിപാടിയും വേറെ തന്നെ. മനസ്സിലായോ? അതുകൊണ്ട് കിട്ടുന്ന ഒരു റീച്ചും ആ ഓഡിയൻസ് ലോയലായിരിക്കും നമ്മളോട്. മനസ്സിലായോ? കേൾക്കുന്ന ആൾക്കാര് ഇപ്പൊ എനിക്കൊരു 61K ഫോളോവേഴ്സ് ഇൻസ്റ്റയിൽ ഉണ്ടെങ്കിൽ ഒരു 60 പേര് മാത്രമേ എന്റെ മര്യാദക്ക് കേൾക്കണ്ടാവുള്ളൂ. എന്റെ ലിറിക് എന്താ, ലൈക്ക് ഞാൻ പറഞ്ഞ നേരത്തെ ലിറിക്കും പരിപാടി ഇവനെന്താ ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 60 പേരുണ്ടാവുള്ളൂ ഞാൻ വിശ്വസിക്കുള്ളൂ. മനസ്സിലായോ? നമ്മളിപ്പോ ഇപ്പം പറയുമ്പോ ഖബർ എന്ന് പറഞ്ഞ സോങ്ങിനെ കുറിച്ച്, ആ സോങ്ങിന്റെ സ്റ്റോറി എന്താ? അത് ശരിക്കുണ്ടല്ലോ പറയണെങ്കിൽ എനിക്കന്ന് അത്രമാത്രം പ്രശ്നമൊന്നുമില്ല. ആ ഖബർ അതിൽ ഞാൻ ഫുള്ള് ഡീപ്പായിട്ട് പറയണേ. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓവർ തിങ്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വന്നിട്ടൊരു പാട്ടാണത്. അപ്പൊ അന്ന് ആ പാട്ടുണ്ടാക്കുമ്പോ എനിക്ക് 17 വയസ്സുള്ളൂ. ആ പാട്ടിൽ പറയുന്ന ആൾക്കാര് കാര്യങ്ങൾ വെച്ചൊരു 17 വയസ്സുള്ള ഇപ്പൊ ഞാൻ ലൈക്കും ഞാൻ എന്തിനാ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഫുള്ള് ഡാർക്കാ പറയണേ. എനിക്ക് അതിന് മാത്രം ഡാർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, ചെറിയ ഡാർക്കുകൾ ഉണ്ട്. പക്ഷെ ഞാനത് തിങ്ക് ചെയ്തിട്ട് എന്റെ മരണം വരെ ഉണ്ടാക്കി പഠിച്ചൊരു പോലത്തെ. ലൈക്ക് അതായത് ഒരു വരി പറയുന്നുണ്ട്, എന്താ മോനൊന്ന് എനിക്ക് ഉമ്മാനെ നോക്കി ഒന്ന് ചിരിക്കുന്നു പറയുന്നുണ്ട്. ഉമ്മ പറയണ ഉമ്മയുടെ പെർസ്പെക്റ്റീവാ. അപ്പൊ ഞാൻ പറയുന്നുണ്ട് എല്ലുമ്മ എനിക്ക് പറ്റില്ല അതിന് ഉമ്മ എന്നെ നോക്കി ഒന്ന് ചിരിക്കുന്നു. അതത്ര ലൈക്ക് എനിക്കത് അത്രത്തോളം ഡീപ്പാ. കാരണം എന്റെ മോനെ എനിക്ക് കണ്ണൊന്ന് തുറക്ക്, ഉമ്മാനെ നോക്കി ഒന്ന് ചിരിക്കി,
ഇല്ലുമ്മ എനിക്ക് പറ്റില്ല. അതിന് ഉമ്മ എന്നെ നോക്കി ഒന്ന് ചിരിക്കുന്നു. ഞാൻ മരിച്ചെടുക്കുമ്പോ ഇക്കെന്തായാലും നോക്കി ചിരിക്കിട്ടില്ല. എന്റെ ഉമ്മ ഞാൻ ഉമ്മക്ക് അറിയല്ലേ, എന്നെ നോക്കി ചിരിച്ചിട്ട് പോകുന്ന പറയുന്ന സംഭവമാണ്. ദൈവമേ പൊറുക്ക്, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലെ വെറുപ്പ്. ഉപ്പാനി ഉമ്മാനി നോവിച്ച മോനല്ല ഞാനെന്ന് നീ തന്നെ ഉറപ്പ്. ആ പാട്ട് ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്കത് അതൊരു അത്ഭുതം. ഞാന് എനിക്കത് പിന്നെ പിടിയിട്ടണേ. ഞാന് എന്റെ ലിസണേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ലൈക്ക് എന്റെ ലിസണേഴ്സ് ഉണ്ടെങ്കിൽ ഖബർ കേട്ടിട്ട് വേറെ ഒന്നും കേട്ടാൽ ഞാൻ പറയുള്ളൂ. കാരണം എന്റെ ഇപ്പോ ഈ ഒരു സമയം വരെ പറയുകയാണെങ്കിൽ എന്റെ ബെസ്റ്റ് വർക്ക് ഖബറാണ്, എന്റെ ഫേവറേറ്റ് ഖബറാണ്. അത് ഇപ്പോഴത്തെ 100 അടിച്ചപ്പോ എന്റെ കിളി പോയി. 1,00,000 പേര് കിട്ടുന്നുണ്ടപ്പോ ലൈക്ക് ഞാൻ തീരെ വിചാരിച്ചിട്ടുള്ളത്, മനസ്സിലായോ? അപ്പൊ പിന്നെ അത് ഭയങ്കര എന്റെ മറ്റേ നേരത്തെ ഫുഡ് വെച്ച പോലെ ബോട്ടം ഹാർട്ടിന്റെ ബോട്ടത്തിന്ന് വരുന്ന സംഭവം, അതേപോലെ ഒരു സംഭവമാണ് ഖബർ. കാരണം ഞാൻ എന്റെ ലിസണേഴ്സിന്റെ പുതിയ ആൾക്കാർ എന്റെ പാട്ട് കേൾക്കണമെങ്കിൽ അവരോട് ഒറ്റ കാര്യം പറയുള്ളൂ, ഖബർ കേട്ടിട്ട് വന്നാൽ മതി. ബാക്കി അവിടെ നീ തീരുമാനിച്ചാൽ മതി. ഖബർ കേട്ടിട്ട് നീ എന്റെ കൂടെ കൂടിയാൽ മതി. കാരണം എന്റെ യാത്ര അങ്ങനെ തിരിക്കും. അപ്പൊ അത് കേട്ടിട്ട് നീ എന്റെ ഒപ്പം നിക്കാൻ പറ്റിയെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ പണിക്ക് നിക്കണ്ട. അല്ലാണ്ട് മണിയേറിയും കാഫറും എനിക്ക് ഹിറ്റ് തന്ന് പരിപാടി തന്നു. പക്ഷെ എന്റെ ഒരു വേറൊരു സൈഡ് ഉണ്ട് ഭയങ്കര ഡാർക്കായിട്ടുള്ള. അപ്പോൾ ആ ഒരു സൈഡിലും നീ കേൾക്കാൻ ലൈക്ക് എനിക്ക് ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സേവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അവർക്ക് മ്യൂസിക് സേവ് ചെയ്യും. അവർക്ക് പറയാൻ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ലിറിക്സ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ലിറിക്സ് ആർക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഹാപ്പി, ഇപ്പൊ പറഞ്ഞ പോലെ ഡാർക്ക്, അല്ലെങ്കിൽ കുറച്ച് 18+ റിലേറ്റഡ്, അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അല്ലെങ്കിൽ അത് ബോദർ ചെയ്യുന്നുണ്ടോ? ലൈക്ക് നമ്മൾ എന്താണോ ആ സമയത്ത് ഏജ് കാറ്റഗറി ഒക്കെ ഓഡിയൻസിന്റെ ഇവൻ എന്താണോ ഇവൻ ഇപ്പൊ ഈ പാട്ട് എഴുതിരിക്കുകയാണ്, ഇവൻ ഈ സിറ്റുവേഷനിൽ എന്താണോ ഫീൽ ചെയ്യണം അവൻ അതല്ലേ എഴുതുള്ളൂ. അപ്പൊ നമ്മള് ഞാനിപ്പോ സന്തോഷം, ഞാൻ ഇപ്പൊ വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ഒരു സന്തോഷത്തിന് പാട്ട് എഴുതാൻ എന്നെ കൊണ്ട് പറ്റില്ല. മനസ്സിലായ? ഇപ്പൊ ഖബർ വന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. സോ അത് വന്നു മണിയുടെ പാടപ്പോ ഞാൻ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു. അതേപോലെ ഇവനും നമ്മൾ എന്തിൽ കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്, നമ്മൾ അതിനെ ആ പെയിനായാലും എന്തിനായാലും കലയാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നു. അതാണ് ഈ പരിപാടി. സിമ്പിൾ ആണ്. എഴുത്തിനെ പറ്റിയിട്ട് അങ്ങനെ ബോധറേണ്ട ഒരു വളരെ, അതായത് നമ്മളെ തന്നെയാണ് പ്രസന്റ് ചെയ്യണത്. പിന്നെ വേറെ നമുക്ക് ആൾക്കാരെ തുള്ളിപ്പിക്കാൻ തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്ത റാഹത്ത് പാട്ട് വൈത്തിനായിട്ട് അതൊരു മറ്റേ തുള്ളി കളിക്കണ മൂന്ന്, അപ്പൊ അങ്ങനെ ചെയ്യാം. അതിനിടയിൽ ഇപ്പം കോമൺ ആയിട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരാണ്, റാപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം റീസെന്റ് ഡബ്സിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ആസ് എ പെർഫോമൻസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നിങ്ങൾ എങ്ങനെയാ അതിനോട് യോജിക്കുന്നത്? മറ്റേ ട്രയൽ നോക്കുന്ന സമയത്ത് തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോസ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ശ്രീനാഥ് ബാസിയുടെ ഒരു ഷോവിന്റെ ഇടയിലും പാട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എഫ് വേർഡ് തെറിയൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം ബാസിയുടെ പുതിയ ഷോ. അപ്പം ശരിക്കും അത് എങ്ങനെ നിങ്ങൾ അതിനോടൊക്കെ പ്രതികരിക്കും? ഡബ്സിയുടെ ആണെങ്കിൽ ഇപ്പം ഡബ്സിയുടെ ഇഷ്യൂ എന്ന് പറയുമ്പോ ആള് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് തേർഡ് പാർട്ടിയാണ്. നമുക്ക് അവിടെ എന്താ നടന്നെന്ന് അറിയില്ല. അറിയാത്ത കാര്യത്തിൽ നമ്മൾ ജഡ്ജ് ചെയ്ത് പറയൂല, ഒപ്പീനിയൻ പറയുന്നത്. മനസ്സിലായ? അവിടെ എന്താ നടന്നത് ഡാബ്സിക്കും സൗണ്ട് എഞ്ചിനീയറിനും അവിടെ ഉള്ളവർക്കും അറിയുള്ളൂ. അവരോട് ചോദിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഞാൻ അന്നേരത്തെ വീട്ടിൽ നിന്ന് കുളിക്കായിരിക്കും അല്ലെങ്കിൽ പല്ലേക്കായിരിക്കും. എന്നോട് വന്നിട്ട് ഇതിനെ പറ്റി എന്താണെന്ന് ചോദിച്ചാല്, കാരണം ആ നേരത്തെ മാനസികാവസ്ഥ ഇപ്പോ ഡാബ്സി ആസ് എൻ ആർട്ടിസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് ആണ്. മനസ്സിലായ? അപ്പൊ ഇപ്പൊ ഡാബ്സി ഒരു കാര്യം ഡിമാൻഡ് ചെയ്യണമെങ്കിൽ അതവിടെ നടക്കണം. ലൈക്ക് ഇപ്പോ പലരും പറയണ പോലെ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് പരിപാടി തന്നെയാണ്. അപ്പോ അഭിപ്രായം എന്ന് പറയണമെന്ന് എനിക്കില്ല. കാരണം ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് എന്താ ഡിമാൻഡ് ചെയ്ത് അതോടെ ചിലപ്പോ ഉണ്ടാവില്ലെങ്കിൽ ചിലപ്പോ പ്രശ്നങ്ങൾ വന്നിരിക്കാം. പിന്നെ ഈ ഇൻഡസ്ട്രിയില് ബ്രോ ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ എനിക്ക് ഈ ഒരു ഇഷ്യൂല് ഇക്കൊന്നും പറയില്ല സത്യം പറയാൻ. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ചിലപ്പോ അവര് ഇപ്പൊ ഒരു വീഡിയോ കണ്ട് ഡാബ്സി സൗണ്ട് ഒക്കെ ചെയ്യുമ്പോ ആള് വന്നിട്ട് കുറച്ചതാണ്, സൗണ്ട് എഞ്ചിനീയർ കുറച്ചതാണ്. അപ്പൊ സത്യം പറഞ്ഞാല് അത് അതിന്റെ ഒരു ആവശ്യമില്ല അവിടെ. അത് ചെക്ക് ചെയ്യുമ്പോ നമുക്കൊരു ഇതല്ലേ, ആള് പറഞ്ഞാലല്ലേ കുറക്കാൻ പാടുള്ളൂ. ആർട്ടിസ്റ്റ് അല്ലേ അവിടെ മൈക്ക് പിടിച്ചിരിക്കുന്ന ആള്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഓക്കെ, ആ ഒരു വീഡിയോ കണ്ടിട്ട് ജഡ്ജ് ചെയ്യണമെങ്കിൽ ഓക്കെ ഡാബ്സി ഭാഗത്ത് ശരി തോന്നും. പക്ഷെ പലരും വേറെ രീതി പറയുകയാണെങ്കിൽ കാരണം നമ്മളവിടെ ഇല്ലാത്തൊരാളാണ്. ഇല്ലാത്തൊരാളാ സംഭവത്തെ പറ്റി പറയാൻ തോന്നില്ല. അപ്പൊ അതെന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ അതിനെ പറ്റി അഭിപ്രായം പറയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്തിനാ വെറുതെ അറിയാത്ത കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ എന്ത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ
ലൈവായിട്ട് ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ തെറി പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അതൊരു ട്രെൻഡാണോ? ട്രെൻഡ് അല്ല, ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പറ്റൂല. എന്നെ സംബന്ധിച്ച് പറ്റും. എനിക്ക് അങ്ങനെ ഒരാള് നമ്മുടെ അടുത്ത് തിരിച്ചു വിളിക്കൂലേ, ഒരാൾ വിളിച്ചാ വിളിക്കും. സ്റ്റേജിൽ കയറിയിട്ട് നമ്മള് പെർഫോം ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ എഴുതുന്ന പാട്ടുകളിൽ തെറികൾ ഉണ്ടാവുന്നുണ്ട്. അത് ഓരോ വാക്കുകൾ ആ വരിയിൽ ആ വാക്ക് വേണം നിർബന്ധമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് എഴുതുന്നത്. അത് സാധനം പറഞ്ഞിട്ടാണ് നമ്മള് സാധനം ഔട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഒരു ഫ്ലോറിൽ കയറിയിട്ട് തെറി വിളിക്കണത് അങ്ങനല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ കൾച്ചറിന്റെ പ്രശ്നമാണ് സത്യം പറഞ്ഞാല്. ഞാനിത് ഗ്ലോറിഫൈ ചെയ്ത് പറയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇപ്പോഴും ഈ കൾച്ചർ തെറിപ്പാട്ടാന്നല്ലട ഞാൻ പറയുന്നത്. കാരണം ഈ തെറി വിളിക്കുന്ന ആൾക്കാർ തന്നെ അമേരിക്കയില് ഇപ്പൊ കെൻഡ്രിക് ലമാറും ഡ്രേക്കും വന്നിട്ട് മറ്റേ സംഭവം പറഞ്ഞ ചിലപ്പോ പറഞ്ഞ കൈയടിക്കും. മനസ്സിലായ? ഞാൻ ഇരട്ടത്താപ്പുള്ള നായ്ക്കളെ കണ്ടുകൊണ്ട് മാത്രം പറഞ്ഞാണ്, അല്ലാണ്ട് ഇത് ഗ്ലോറിഫൈ ചെയ്ത് പറയല്ല. ഈ ആൾക്കാരെന്നെ ചിലപ്പോ ഇതിനെപ്പറ്റി അവിടെ കൈയടിക്കും. ലൈക്ക് ഇങ്ങനെ പറയുമ്പോ ഫക്ക് യു എന്ന് പറഞ്ഞിട്ട് ആ സാധനം കൊടുക്കുമ്പോ ചിലപ്പോ അവരവിടെ കൈയടിക്കും. മറ്റേ NW എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഫക്ക് ദ പോലീസ് എന്ന് പറഞ്ഞിട്ട് പാട്ടിരിക്കുന്നുണ്ട്. ഫക്ക് ദ പോലീസ് എന്ന് പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ ക്രൗഡ് പാടുമ്പോ അത് ഇവിടെ സ്റ്റാറ്റസ് ഇട്ട ആൾക്കാരുണ്ടാവും. മനസ്സിലായോ? പക്ഷെ നമ്മുടെ ഈ കൾച്ചറിലേക്ക് വരുമ്പോ നമുക്കിവിടെ എന്തൊക്കെ പറയണം, അല്ല നമുക്കിവിടെ എന്തൊക്കെ പറയണം എന്നൊക്കെ നമ്മൾ തന്നെ കുറെ ഇത്. അപ്പോ ഞാനാണെങ്കിൽ ഞാൻ അങ്ങനെ തിരക്ക് നിൽക്കൂല. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ പാട്ട് പാടി പോവാ, പൈസ മേടിക്കുക, വീട്ടിൽ കൊടുക്കുക, പണി നോക്കുക, പോവാ, സബാഷ്. എന്നെ സംബന്ധിച്ച് അതാ തെറി എനിക്ക് പറയണം. ഈ പറഞ്ഞു അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനെ പറ്റിയ അഭിപ്രായമൊന്നുമില്ല. ഓരോരുത്തരും ഇപ്പൊ നിനക്ക് വേറെ സ്വഭാവമാണ്, എനിക്ക് വേറെ സ്വഭാവമാണ്, എനിക്ക് വേറെ സ്വഭാവമല്ലേ. അപ്പൊ നമ്മൾ അവരുടെ സ്വഭാവത്തെ പറ്റിയിട്ട് അവരുടെ രീതിക്ക് പറ്റിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവരവരെ രീതിക്ക് പോട്ടെ, അവരെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അവരെ സ്നേഹിക്കട്ടെ, അവരെ വെറുക്കുന്നവരെ വെറുക്കട്ടെ.